ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോട് ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം, ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോട് ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നിൻ തിരുമുമ്പിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുമ്പിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ ഒന്നു മാത്രം. നാദ ആനന്ദപൂരിതമാക്കും. ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ ഒന്നു മാത്രം. നാദ ആനന്ദപൂരിതമാക്കും. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആത്മാവുണരുന്ന നിമിഷം, ആരാധനയുടെ നിമിഷം. ഈ ആരാധനയുടെ നിമിഷത്തിൽ നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയവികാരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് പാടാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഞങ്ങളുടെ സ്നേഹമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ,
നമിക്കുന്നു ഞങ്ങൾ. എൻ്റെ ജീവനായ ഈശോയെ, എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എന്നെ തന്നെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. എൻ്റെ സന്തോഷങ്ങളെ വിശുദ്ധീകരിച്ച് പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. എൻ്റെ വേദനയും എൻ്റെ രോഗവും എൻ്റെ സങ്കടങ്ങളും ഏറ്റെടുത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നിന്റെ അധ്വാനവും ഭാരങ്ങളും എന്നെ ഏൽപ്പിക്കുവിൻ. നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണെന്ന് അരുളി ചെയ്തുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല എന്നറിയിച്ചതുകൊണ്ട് എന്നെ മാറോട് ചേർത്ത് നിർത്തുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ, എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തോട് എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഈശോയെ, അവിടുന്ന് എനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും എന്നെ പൂർണ്ണമായും സമർപ്പിച്ച് അങ്ങയെ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ മാറോട് ഞങ്ങളെ ചേർത്തണയ്ക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ,
ഇരുകരങ്ങളും തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ശരണരിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എന്നെ തന്നെയും സമർപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അവിടുത്തെ കൃപകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ. ഈ ആരാധനാ നിമിഷങ്ങളിലെല്ലാം അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. ഈശോയെ അവിടുത്തെ സ്തുതിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും തടസ്സമായിട്ട് എന്നിലുള്ള എല്ലാ ദുഷ്ചിന്തകളെയും എൻ്റെ തിന്മകളെയും കുറ്റബോധം, ഭയം, വെറുപ്പ്, അസൂയ എല്ലാം മാറ്റി തരണമേ. ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആരാധിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആരാധിക്കുവാൻ, ആത്മാവിനാൽ അവിടുത്തെ ആരാധിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സമീപസ്ഥമായ ഈ നിമിഷം ആത്മാവിനാൽ നിറഞ്ഞ് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ആഗ്രഹിച്ച് തീഷ്ണതയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരിയ യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. തിരുസന്നിധിയിൽ ഏറ്റവും ശാന്തമായി നമുക്കിരിക്കാം. ഈശോ ഇത്രമാത്രം സമീപസ്ഥമായ വേറെ ഏത് ജനതയാണുള്ളത്? എൻ്റെ ഈശോയോട് കൂടെയാണ് ഞാൻ ഈ നിമിഷം. എൻ്റെ മാറോട് ചേർത്ത് ഈശോ എന്നെ സ്വന്തമാക്കിയ നിമിഷമാണിത്. എൻ്റെ ആത്മാവിന് പുതു ജീവൻ തന്നുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, ആ ഈശോയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയെ തന്നെ നോക്കാം. സങ്കീർത്തനം 107:17-18 വാക്യങ്ങളിലൂടെ ഈശോ പറയുകയാണല്ലോ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവർ രോഗികളായി തീർന്നു. അവരുടെ അകൃത്യം മൂലം അവർ ദുരിതത്തിലായി. എല്ലാ ഭക്ഷണ സാധനങ്ങളും അവർ വെറുത്തു. അവർ മരണ കവാടങ്ങളെ സമീപിച്ചു. തുടർന്ന് നാം കാണുന്നു, അവരുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് കരം ചായ്ച്ച് അവരെ അനുഗ്രഹിച്ചു. ഇതാ എൻ്റെ ഈശോ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ മരണ അവസ്ഥയിൽ എന്നെ രക്ഷിക്കുവാൻ, എന്നെ സ്വന്തമാക്കുവാനായിട്ട് എഴുന്നള്ളിയിരിക്കുകയാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവന് വന്നുകൂടുന്ന ദുരിതങ്ങളാണ് നാം കേട്ടത്. രോഗത്തിലാകുന്നു, സാമ്പത്തികമായും കുടുംബപരമായും ദുരിതത്തിലാകുന്നു, മരണത്തിലേക്ക് നയിക്കുന്നു. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, പാപത്തിൻ്റെ വേദനം മരണമാണ് എന്ന്. ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ തിന്മയിൽ നിന്നെല്ലാം വിടുതൽ തരുവാനായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിനാൽ നിറഞ്ഞ് തിരുസന്നിധിയിൽ വ്യാപരിക്കണമെങ്കിൽ തിന്മകൾ ഇല്ലാതാകണം. തിന്മകൾ ഇല്ലാതാക്കുവാൻ എൻ്റെ ഈശോയ്ക്ക് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ തളർവാദ രോഗിയെ വിശ്വാസത്തോടുകൂടി ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ തളർവാദ രോഗിയോട് ഈശോ പറയുകയാണ്, മകനെ ധൈര്യമായിരിക്കുക,
നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈശോയുടെ അടുത്തെത്തുമ്പോൾ എൻ്റെ ഈശോ എന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. ഈശോയുടെ നേരെ നോക്ക്. ഈശോ എന്നോട് പറഞ്ഞു തരികയാ, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപം ക്ഷമിച്ചതിൻ്റെ അടയാളമായിട്ട് ആ തളർവാദ രോഗിയോട് ഈശോ പറയുകയാണ്, ഈശോയുടെ കൽപ്പന, നീ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുക. ഇതാ, നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കുകയാണ്. എൻ്റെ തളർന്ന കോശങ്ങളെ അവിടുന്ന് ജീവനുള്ളതാക്കി മാറ്റുകയാണ്. ആ ഈശോയാണ് എന്നെ മാറോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ഈശോയുടെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ നമ്മുടെ കാതുകളിൽ അരുളി ചെയ്യുന്നത് നമുക്ക് ശ്രവിക്കാം. പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഈശോ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന്. പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ഈശോ പറഞ്ഞു തരുന്ന മാർഗം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന. പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പിതാവിനെ പോലെ പൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ, കുറവുകൾ നാം ക്ഷമിക്കണം. ഈശോയെ, ക്ഷമയുടെ ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് ഇരുകരങ്ങളും നമ്മൾ തുറന്നു പിടിച്ചുകൊണ്ട് ക്ഷമ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയവും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പാടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്ന് നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നും നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. ക്ഷമിക്കുവാൻ സാധിക്കാത്ത, മറക്കുവാൻ സാധിക്കാത്ത ഓരോ അനുഭവങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ പരിശോധിക്കാം. ഞാൻ ആരോടെല്ലാമാണ് ക്ഷമിക്കേണ്ടത്? നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഈശോ പറഞ്ഞു, വാഗ്ദാനത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പന ഇതാണ്: നീ ഭൂമിയിൽ ദീർഘനാൾ ജീവിക്കണമെങ്കിൽ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? അവരോട് എനിക്ക് ഏതെങ്കിലും രീതിയിൽ വെറുപ്പ് ഉണ്ടോ? വെറുപ്പോടുകൂടിയാണോ എൻ്റെ മാതാപിതാക്കളോട്, പ്രായമായിട്ടുള്ളവരോട് ഞാൻ പെരുമാറുന്നത്? ഈശോയുടെ സന്നിധിയിൽ ക്ഷമ ചോദിക്കാം.
ഈശോയെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മാതാപിതാക്കളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമ യാചിച്ചുകൊണ്ട് നമുക്ക് പാടാം. യേശുവേ എൻ യേശുവേ, നീ മാത്രമാ സഹായം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. ഈശോ പറഞ്ഞു, നീ ബലിപീഠത്തിലേക്ക് ബലിവസ്തുവുമായി പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബലി അർപ്പിക്കുവിൻ. ഈശോ എനിക്ക് തന്ന എൻ്റെ സഹോദരങ്ങൾ, അവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരിലൂടെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവരിലൂടെ ഏതെങ്കിലുമൊക്കെ തിന്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം അവരോട് ക്ഷമിച്ചുകൊണ്ട്, അവരുടെ പോരായ്മകളും കുറവുകളും കുറ്റം പറയലുകളും എന്നെ വേദനിപ്പിച്ചതെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവരോട് ക്ഷമിച്ചുകൊണ്ട് ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. ഈശോ സ്നേഹിക്കാൻ മാത്രമായിട്ട് തന്നതാണ് ജീവിത പങ്കാളിയെ. എന്നും സ്നേഹം കൂദാശിയായിട്ട് അപ്പമായി എഴുന്നള്ളി വരുന്ന അൾത്താരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സ്നേഹത്തിൽ ഒന്നു ചേർന്നവരാണ് ദമ്പതിമാർ. ഭാര്യയും ഭർത്താവും ഈശോ സ്നേഹത്തിൽ ഒരുമിപ്പിച്ചവരാ. ഒരു സ്നേഹത്തിൽ വളരണം, പരസ്പരം സഹായകമാകണം, പരസ്പരം വിശുദ്ധീകരിക്കണം. ജീവിത പങ്കാളിയിൽ വന്നുപോയ കുറവുകൾ പലപ്പോഴും വേദനയിലേക്കും നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പോയിട്ടുണ്ട്. വെറുപ്പും വിരോധവും ഉള്ളിൽ നിറച്ചു പോയിട്ടുണ്ട്. ഈശോയെ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയുണ്ട് എങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് ജീവിത പങ്കാളിയോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഹൃദയം തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. കുഞ്ഞുമക്കൾ അവിടുത്തെ ദാനമാ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാ. കുഞ്ഞുമക്കളെ വിശുദ്ധിയിലും നന്മയിലും വളർത്തിക്കൊണ്ടുവരാൻ ഓരോ മാതാവും ഓരോ പിതാവും കടപ്പെട്ടിരിക്കുന്നു. മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് തിരുസന്നിധിയിലിരുന്ന് നമുക്ക് പരിശോധിക്കാം. ഈശോ തന്ന കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരണം. ആവശ്യമുള്ള എല്ലാം മക്കൾക്ക് നൽകണം. എന്നാൽ ശിക്ഷണങ്ങൾ നൽകി മക്കളെ വിശുദ്ധിയിലും നന്മയിലും വളർത്തിക്കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കൾ കടമ നിർവഹിക്കുന്നുണ്ടോ എന്ന് ഈശോയുടെ സന്നിധിയിൽ ആത്മശോധന ചെയ്യാം. മക്കളെ ഏതെങ്കിലും രീതിയിൽ വെറുപ്പോടെയോ സ്നേഹമില്ലാതെയോ കരുതി കാണുന്നുണ്ട് എങ്കിൽ ഈശോയെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ക്ഷമ യാചിക്കുകയും ചെയ്യാം. ഈശോയെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരോട് ഈശോയോട് ക്ഷമ യാചിക്കാം. യേശുവേ എൻ യേശുവേ, നീ മാത്രമെൻ സഹായം.
മാത്രമെൻ സഹായം. എൻ്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ നേരെ നോക്കിക്കൊണ്ട് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലുമാണോ ആയിരുന്നത്? ഇതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തന്നുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. ഇരുകരങ്ങളും തിരുസന്നിധിയിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ക്ഷമ തന്നെയായ ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ വേദനകളും ഏറ്റെടുത്ത ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ. ഈശോയെ, എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ബന്ധുമിത്രാദികളോടും എന്നെ വേദനിപ്പിച്ചവരോടും ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. ഈശോയെ, അവിടുത്തെ സൗഖ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, അവിടുത്തെ വിശുദ്ധ കുരിശിനാൽ എന്നെ മുദ്രിതപ്പെടുത്തി എന്നെ സ്വന്തമായി സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ